KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് ചരിത്രമുഹൂർത്തത്തിന് ഇനി 4 ദിവസം. ന്യൂസിലാൻഡിലെ ഹാമിൽട്ടൺ നഗരത്തിലെ പ്രഥമ മസ്ജിദിന് കാന്തപുരം ഉസ്താദ് തറക്കല്ലിട്ടു. മലപ്പുറം മഅദിൻ അക്കാദമി മലയാളം വിക്കിപീഡിയയുമായി ചേർന്ന് വൈസനീയത്തിന്റെ ഭാഗമായി നടത്തിയ പഠനശിബിരം മഅദിൻ ജാമിയ മില്ലിയ സ്റ്റഡി സെന്റർ ഡയറക്ടർ ഡോക്ടർ ആലസൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ മലയാളം വിക്കിപീഡിയയുടെ സമഗ്ര വിവരണവും ലേഖനങ്ങൾ ചേർക്കുന്നതിനും തിരുത്തുന്നതിനുമുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും വ്യത്യസ്ത സെഷനുകളിലായി അവതരിപ്പിച്ചു. ലാലു മേലെടുത്ത്, കെ സുഹൈർ അലി, അക്ബർ അലി ചാരങ്കാവ്, ഇർഫാൻ ഇബ്രാഹിം സേട്ട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 4 മണിയോടെ സമാപിച്ച പരിപാടിയിൽ മഅദിൻ മീഡിയ സ്കൂൾ ഡയറക്ടർ ലത്തീഫ് പൂവത്തിക്കൽ സ്വാഗതവും NM സുഹൈൽ അംജദി നന്ദിയും പറഞ്ഞു. ക്ലാസിന് തടസ്സമുണ്ടാക്കുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കാമെന്ന് ഹൈക്കോടതി. പത്താൻകോട്ട് ഭീകരാക്രമണം പിന്നിൽ ആരെന്ന് അറിയാമെന്ന് പ്രതിരോധ മന്ത്രി. ഭീകരാക്രമണത്തെ പാകിസ്ഥാൻ അപലപിച്ചു. നവാസ് ഷെരീഫ് മോദിയുമായി ഫോണിൽ സംസാരിച്ചു. ആരാധനാലയ നിർമ്മാണത്തിനുള്ള തടസ്സം മൈനോറിറ്റി കമ്മീഷൻ ഇടപെടണമെന്ന് SMA. റബീഅ് ആത്മീയ സംഗമവും ആദരവ് സമ്മേളനവും വ്യാഴാഴ്ച സ്വലാത്ത് നഗറിൽ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ജനുവരി 26-ന് മലപ്പുറത്ത് വിപുലമായ പണ്ഡിത സംഗമം. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ കീഴിൽ മലയാളം വിക്കിപീഡിയ പഠനശിബിരം നടത്തി. വാർത്തകൾ വിശദമായി. സ്നേഹമാണ് വിശ്വാസം എന്ന പ്രമേയത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന് ഇനി 4 ദിവസം മാത്രം. ജനുവരി 10-ന് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും പ്രവാചക പ്രകീർത്തന സംഘങ്ങളും സംബന്ധിക്കും. സമ്മേളനത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കായി വിപുലമായ സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. പ്രസ്തുത പരിപാടിയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹ് റസൂൽ പ്രഭാഷണവും നടക്കും. സമ്മേളനത്തിൽ എത്തിച്ചേരുന്നതിനായി യൂണിറ്റ് മഹല്ല് തലങ്ങളിൽ സ്പെഷ്യൽ വാഹനങ്ങൾ ഇതിനകം തയ്യാറായി കഴിഞ്ഞു. SYS, SSF, SMA, ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന ഘടകങ്ങൾ പരിപാടിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തതോടെ കൂടുതൽ സജീവ പ്രചാരണ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തിലുടനീളം നടക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിനു പുറമെ ലക്ഷദ്വീപ്, അന്തമാൻ തുടങ്ങിയ ദ്വീപുകളിൽ നിന്നും നിരവധി ആളുകൾ സംബന്ധിക്കും. ജനുവരി 8 മുതൽ പൂനൂർ മർക്കസ് ഗാർഡനിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനം മുൽത്തക്ക 2016-നുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളാണ് ഇതിൽ സംബന്ധിക്കുന്നത്. 10-ന് ഞായറാഴ്ച പകൽ 10 മണിക്ക് കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന പണ്ഡിത കോൺഫറൻസിലും തെരഞ്ഞെടുക്കപ്പെട്ട 200 പ്രതിനിധികൾ പങ്കെടുക്കും. പത്താൻകോട്ട് വ്യോമത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് പ്രാഥമിക ധാരണയുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. അന്വേഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല. ആക്രമണം നടത്തിയ 6 ഭീകരരെയും സൈന്യം വധിച്ചു. സ്ഥലത്ത് സേനയുടെ തിരച്ചിൽ തുടരുകയാണെന്നും മനോഹർ പരീക്കർ പറഞ്ഞു. പത്താൻകോട്ട് വ്യോമത്താവളം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. ഭീകരർ വ്യോമത്താവളത്തിനുള്ളിൽ കയറിയത് ആശങ്കയുളവാക്കി. സുരക്ഷയിൽ പാളിച്ച ഉണ്ടായിട്ടില്ല. ആയുധങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. 2 ഭീകരർ ഒളിച്ചിരുന്ന കെട്ടിടത്തിന് മാത്രമാണ് ചെറിയ കേടുപാടുകൾ ഉണ്ടായത്. പത്താൻകോട്ടിൽ നിന്ന് പാക് നിർമ്മിത ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരിച്ചറിയാൻ സാധിക്കാത്ത 2 ഭീകരരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പരീക്കർ വ്യക്തമാക്കി. ഭീകരർ ഒരുക്കിവെച്ച കെണിയിൽ ഒരു സൈനികന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് ആവർത്തിക്കാൻ അനുവദിക്കില്ല. വ്യോമത്താവളത്തിൽ ഭീകരർ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി സൈനിക നടപടി തുടരും. എല്ലാ സേനാ താവളങ്ങളിലും സുരക്ഷാ പരിശോധന ശക്തമാക്കും. ഭീകരരെ നേരിട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും പരീക്കർ അറിയിച്ചു.
പത്താൻകോട്ട് വ്യോമതാവളത്തിലെ ഭീകരാക്രമണത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നതായും പാക് പ്രധാനമന്ത്രി മോദിയെ അറിയിച്ചു. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കും വ്യക്തികൾക്കുമെതിരെ പാക് സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു. ഇന്ത്യ കൈമാറിയ ടെലിഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അന്വേഷണം നടത്തും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഷെരീഫ് ഉറപ്പു നൽകി. സമരം നടത്തുന്നതിനിടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരുടെ പഠനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ ശല്യക്കാരായ വിദ്യാർത്ഥികളെ പുറത്താക്കാമെന്ന് കേരള ഹൈക്കോടതി. കോളേജ് അധികൃതരുടെ പരാതി ലഭിച്ചാൽ അത്തരം വിദ്യാർത്ഥികളെ പോലീസ് നീക്കം ചെയ്യണം. അത്തരം വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല അധികൃതർക്കും നടപടി സ്വീകരിക്കാം. ഉന്നത വിദ്യാഭ്യാസം എന്നത് ഓരോ പൌരന്റെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ അതിന് തടസ്സമുണ്ടാക്കൽ വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനം മാത്രമല്ല, മനുഷ്യാവകാശ ലംഘനം കൂടിയാണെന്നും ജസ്റ്റിസ് ചിദംബരേശ്വർ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നഷ്ടമായതിന് കാരണം അനാവശ്യ സമരങ്ങളായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. സമരത്തിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം. ഒരു വിദ്യാർത്ഥിയെയും സമരത്തിന് നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല. സമര ദിവസങ്ങളിൽ ക്ലാസ് നടത്താൻ അധ്യാപകർക്ക് അവകാശമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സമരം കാരണം ക്ലാസുകൾ നഷ്ടപ്പെട്ടതിനാൽ പരീക്ഷ നീട്ടിവെക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കുസാറ്റിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ സുപ്രധാന വിധിയുണ്ടായിരിക്കുന്നത്. ആരാധനാലയ നിർമ്മാണ വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെടണമെന്ന് SMA ആവശ്യപ്പെട്ടു. ആരാധനാലയ നിർമ്മാണത്തിന് ജില്ലാ കലക്ടറുടെ അനുമതി വാങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം ആരാധനാലയ നിർമ്മാണത്തിന് നിരോധനമേർപ്പെടുത്തിയ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതാനും വ്യക്തികളോ തടസ്സവാദം ഉന്നയിക്കുന്നതിന്റെ പേരിൽ നിർമ്മാണാനുമതി നിഷേധിക്കുന്നു. ആരാധനാലയ നിർമ്മാണം ഭരണഘടന നൽകുന്ന അടിസ്ഥാനാവകാശമായിട്ടും വ്യാപകമായി അത് ലംഘിക്കപ്പെടുന്നു. നിയമവിധേയമായി ആരാധനാലയം എവിടെ ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ട കക്ഷികളാണ് തീരുമാനിക്കുന്നത്. ഭരണകൂടം അതിൽ കൈക്കടത്തേണ്ടതില്ല. സർക്കാർ പൊതു ഉടമസ്ഥതയിലുള്ളതല്ലാത്ത ഭൂമിയിൽ ആരാധനാലയമുണ്ടാക്കുന്നതിന് കലക്ടറുടെ അനുമതി വേണമെന്ന നിർദ്ദേശം കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാനാവകാശം നിഷേധിക്കുന്ന ഈ സർക്കാർ നിർദ്ദേശം പിൻവലിക്കുന്നതിനും നിർമ്മാണത്തിന് അനുമതി നൽകാനുള്ള അധികാരം അതാത് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനും മൈനോറിറ്റി കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M. വീരാൻകുട്ടിയെ നേരിൽ കണ്ട് നിവേദനം നൽകി. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. സ്നേഹറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന ശീർഷകത്തിൽ ജനുവരി 15-ന് RSC ദുബൈ സോൺ റാഷിദിയ അൽജാഹിദ് ബോയ്സ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പ്രകീർത്തന കാവ്യസുധ നടത്തിപ്പിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സമിതി ഭാരവാഹികളായി അലി മദനി ചെയർമാനും നൌഫൽ ചന്തപുര ജനറൽ കൺവീനറും യഹ്യ സഖാഫി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹക്കീം ഹാജി കല്ലാച്ചി, മഹമ്മൂദ് ഹാജി, സെയ്ദ് സഖാഫി, മുസ്തഫ സഖാഫി, അസീസ് കൈതപ്പൊയിൽ, ഷാഫി മാട്ടൂൽ തുടങ്ങിയവർ മറ്റു ഭാരവാഹികളാണ്. ദുബൈ സോൺ ചെയർമാൻ റഷീദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രൂപീകരണ യോഗം യഹ്യ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സോൺ ജനറൽ കൺവീനർ നൌഫൽ കൊളത്തൂർ സമിതിയെ പ്രഖ്യാപിച്ചു. അസീസ് കൈതപ്പൊയിൽ, ഫൈസൽ CA സംസാരിച്ചു. മഹമ്മൂദ് ഹാജി, ഹക്കീം ഹാജി എന്നിവർ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ
ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേകും തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജനുവരി 10 കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ സമ്പൂർണ്ണ സ്വാഗത സംഘം നാളെ 4 മണിക്ക് കാരന്തൂർ മർക്കസിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംബന്ധിക്കും. ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജനറൽ കൺവീനർ അപ്പോളോ മൂസ ഹാജി അറിയിച്ചു. പുതുതായി സാരഥ്യമേറ്റെടുത്ത SYS യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സുന്നി വോയ്സ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഡാറ്റ അപ്ലോഡിംഗ് കാലയളവ് ജനുവരി 10 വരെ ദീർഘിപ്പിച്ചു. പ്രവർത്തകരുടെ നിരന്തര ആവശ്യവും ഇടയ്ക്കുണ്ടായ സാങ്കേതിക തകരാറുകളും പരിഗണിച്ചാണിത്. അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ അടങ്ങുന്ന സംക്ഷിപ്ത റിപ്പോർട്ട് സോൺ ജില്ലാ ഘടകങ്ങൾ സമാഹരിച്ച് ജനുവരി 23 മുമ്പായി ഓഫീസിൽ സമർപ്പിക്കണമെന്ന് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് അറിയിച്ചു. ന്യൂസിലാൻഡിലെ ഹാമിൽട്ടൺ നഗരത്തിലെ വിശ്വാസികൾക്ക് സാന്ത്വനമായി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദർശനം. ഹാമിൽട്ടൺ നഗരത്തിലെ ബാൻഡൺ സ്ട്രീറ്റിൽ പണിയുന്ന വെസ്റ്റ് ഗ്രാൻഡ് മസ്ജിദിന് കാന്തപുരം ഉസ്താദ് തറക്കല്ലിട്ടു. 200-ലധികം മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന പടിഞ്ഞാറൻ ഹാമിൽട്ടണിലെ പ്രഥമ മസ്ജിദിനാണ് കാന്തപുരം ഉസ്താദ് തറക്കല്ലിട്ടത്. മുസ്ലിം അസോസിയേഷൻ ഓഫ് ഹാമിൽട്ടൺ സംഘടിപ്പിച്ച ചടങ്ങിൽ വെസ്റ്റ് ഹാമിൽട്ടണിലെ പൌരപ്രമുഖർ സംബന്ധിച്ചു. ഈ പ്രദേശത്ത് ഈസ്റ്റ് ഹാമിൽട്ടണിലാണ് നിലവിൽ ഒരു മസ്ജിദ് ഉള്ളത്. 1850-ലാണ് ന്യൂസിലാൻഡിൽ ആദ്യമായി ഇസ്ലാം എത്തിയത്. ക്രിസ്റ്റ് ചർച്ചിലെ കാശ്മീരിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യയിൽ നിന്നുള്ള വിശ്വാസികളാണ് ദ്വീപ് രാഷ്ട്രത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 1950-ൽ ഓക്ലാൻഡിൽ സ്ഥാപിതമായ ന്യൂസിലാൻഡ് മുസ്ലിം അസോസിയേഷൻ, 1979-ൽ നിലവിൽ വന്ന ഫെഡറേഷൻ ഓഫ് ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് ന്യൂസിലാൻഡ് എന്നീ മുസ്ലിം സംഘടനകളാണ് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുള്ളത്. മർക്കസ് നടത്തിവരുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൌത്ത് പസഫിക് രാഷ്ട്രങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കാന്തപുരം ഉസ്താദ് ഹാമിൽട്ടണിൽ എത്തിയത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളുമാണ് മർക്കസിന് കീഴിൽ ഓസ്ട്രേലിയ, ഫിജി, ന്യൂസിലാൻഡ് എന്നീ രാഷ്ട്രങ്ങളിൽ നിലവിൽ വരുന്നത്. മലപ്പുറം മഅ്ദിൻ അക്കാദമിക്ക് കീഴിൽ വ്യാഴാഴ്ച സ്വലാത്ത് നഗറിൽ റബീഅ് ആത്മീയ സംഗമവും സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് ദാന ചടങ്ങും നടക്കും. വൈകുന്നേരം 4-ന് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രകീർത്തന സദസ്സിന് നിസാം ആരിഫീൻ അൽ ബഞ്ചരി, നാസിം ഷാഫി മലേഷ്യ, സമദ് അമാനി പട്ടുവം എന്നിവർ നേതൃത്വം നൽകും. ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി അറബി ഭാഷാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയവർക്ക് മഅ്ദിൻ അക്കാദമിക്ക് കീഴിൽ നൽകി വരുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് സമസ്ത ട്രഷറർ ചിത്താരി ഹംസ മുസ്ലിയാർക്ക്, സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവർ ചേർന്ന് നൽകും. പരിപാടിയിൽ സയ്യിദ് അഹമ്മദുൽ ബുഖാരി ആണ്ട് നേർച്ചയും പരീക്ഷാർത്ഥികൾക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തും. ഖുർആൻ പാരായണം, സ്വലാത്തുന്നാരിയ, വിർദുൽ ലത്തീഫ്, ബുർദ പാരായണം, ജനാസ നിസ്കാരം, പ്രാർത്ഥന എന്നിവയ്ക്ക് പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകും. പരിപാടിക്കെത്തിച്ചേരുന്ന ആയിരങ്ങൾക്ക് അന്നദാനം വിതരണം ചെയ്യും. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചിരക്കാപ്പറമ്പ്, പൂക്കോയത്തങ്ങൾ തലപ്പാറ, സയ്യിദ് മുഹമ്മദ് തുറാബ് അസ്സഖാഫി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി, സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി, സയ്യിദ് സുഹൈൽ അസ്സഖാഫ് മടക്കര, KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, PK അബൂബക്കർ മുസ്ലിയാർ നരിക്കോട് തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 80% മാർക്ക് നേടി സ്കോളർഷിപ്പിന് അർഹരായവരുടെ പേരുവിവരം www.samasta.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. സൈറ്റ് ഓപ്പൺ ചെയ്ത് റിസൾട്ട് ഓപ്ഷനിൽ അതാത് സെന്റർ നമ്പർ എന്റർ ചെയ്താൽ ഫലം ലഭിക്കും. പരീക്ഷയിൽ റാങ്ക് നേടിയവരെയും എ ഗ്രേഡോടെ സ്കോളർഷിപ്പിന് അർഹരായവരെയും SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ KM റഹീം, E യക്കൂബ് ഫൈസി, അബ്ദുൽ അസീസ് ഫൈസി കാട്ടുകുളങ്ങര, മുഹമ്മദ് അലി ഫൈസി കണിയാമ്പറ്റ തുടങ്ങിയവർ അഭിനന്ദിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ജനുവരി 26-ന് മലപ്പുറത്ത് വിപുലമായ പണ്ഡിത സംഗമം നടത്താൻ സമസ്ത ജില്ലാ മുശാവറ യോഗം തീരുമാനിച്ചു. അഹ്കാമുൽ ജനായിസ് എന്ന വിഷയത്തിൽ നടക്കുന്ന പണ്ഡിത സംഗമത്തിൽ ചർച്ചയും സംശയ നിവാരണവും നടക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗം കേന്ദ്ര മുശാവറ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. തനാളൂർ അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, തെന്നല അബു ഹനീഫൽ ഫൈസി, OK അബ്ദുറഷീദ് മുസ്ലിയാർ പ്രസംഗിച്ചു.
ജില്ലാ പണ്ഡിത സംഗമത്തിന്റെ ഭാഗമായി മലപ്പുറം വാദി ഇസ്ലാമിൽ നടന്ന താലൂക്ക് ഭാരവാഹികളുടെയും സമിതിയുടെയും യോഗത്തിൽ പണ്ഡിത സംഗമത്തിന്റെ വിജയത്തിന് സ്വാഗത സംഘം രൂപീകരണവും പദ്ധതിയാവിഷ്കരണവും നടന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് ചരിത്രമുഹൂർത്തത്തിന് ഇനി 4 ദിവസം. ന്യൂസിലാൻഡിലെ ഹാമിൽട്ടൺ നഗരത്തിലെ പ്രഥമ മസ്ജിദിന് കാന്തപുരം ഉസ്താദ് തറക്കല്ലിട്ടു. പത്താൻകോട്ട് ഭീകരാക്രമണം പിന്നിൽ ആരെന്ന് അറിയാമെന്ന് പ്രതിരോധ മന്ത്രി. ഭീകരാക്രമണത്തെ പാകിസ്ഥാൻ അപലപിച്ചു. നവാസ് ഷെരീഫ് മോദിയുമായി ഫോണിൽ സംസാരിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ജനുവരി 26-ന് മലപ്പുറത്ത് വിപുലമായ പണ്ഡിത സംഗമം. റബീഅ് ആത്മീയ സംഗമവും ആദരവ് സമ്മേളനവും വ്യാഴാഴ്ച സ്വലാത്ത് നഗറിൽ. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ കീഴിൽ മലയാളം വിക്കിപീഡിയ പഠന ശിബിരം നടത്തി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.